പുതുയുഗയാത്ര കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷം യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പുതുയുഗയാത്രയുടെ തൃശൂർ ജില്ലയിലെ സമാപനത്തോടനുബന്ധിച്ച് ചാലക്കുടിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, ഉദ്ഘാടകരുടെ സൂചിപ്പിച്ചു, ഇവിടെ പ്രാസംഗികരുടെ പറഞ്ഞു, സകല മേഖലയും തകർത്തു തരിപ്പണമാക്കിയ ഒരു സർക്കാർ. ഒരു നാടിന്റെ ഘടനയിലെ ഏറ്റവും പ്രധാന ഭാഗം അതിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. അതാണ് അതിന്റെ നട്ടല്, അല്ലേ? ആ നട്ടലിവർ തകർത്തു തരിപ്പണമാക്കി കടത്തിന്റെ കാണാ കയങ്ങളിലേക്ക് കേരളത്തെ ഇവർ ചവിട്ടിത്താഴ്ത്തി. അടുത്ത മാസം ശ്രീ പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, അധികാരത്തിൽ നിന്ന് സലാം പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. 10,000-കണക്കിന് കോടി രൂപയുടെ കടം വേറെ, പറഞ്ഞാൽ തീരില്ല ബാധ്യതകൾ. നമ്മൾ അറിയേണ്ടത്, ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥ തകരുമ്പോൾ അത് ജനങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. ഞാൻ എന്റെ ഓർമ്മയിൽ ഇത്രമാത്രം ജപ്തി നോട്ടീസുകൾ പ്രവഹിച്ചത് കാലമുണ്ടായിരുന്നു. ഒരു ജപ്തി നോട്ടീസെങ്കിലും പോക്കറ്റിലില്ലാത്ത ഒരാളെ ഭാഗ്യവാനെന്നോ ഭാഗ്യവതിയെന്നോ വിളിക്കാം. സകല മേഖലയെയും തകർത്ത് തരിപ്പണമാക്കിയ സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയാണ് ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഈ സർക്കാർ പരാജയപ്പെട്ടിടത്ത് നിന്ന് വിജയിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. തകർന്ന കേരളത്തെ നമുക്ക് ഉയർത്താമെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഡോർ സ്റ്റേഡിയം മൈതാനിയിൽ നടന്ന സ്വീകരണ സമ്മേളനം AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. മോൻസ് ജോസഫ് MLA, CP ജോൺ, ജോസ് വള്ളൂർ, ബെന്നി ബെഹനാൻ MP എന്നിവർ സംസാരിച്ചു.